ഇത് CPM-ന്റെ വാഴക്കാട് പഞ്ചായത്തിലെ ലീഡേഴ്സാണ്. CPM-ന്റെ പഞ്ചായത്ത് ജനപ്രതിനിധികളുമുണ്ട്. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം കൊണ്ട് ജനങ്ങളാകെ പൊറുതിമുട്ടുകയാണ്, അതിരൂക്ഷമാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഇതുപോലുള്ളൊരു കൊടിയ വേനൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. എല്ലാ അർത്ഥത്തിലും ആളുകൾ കഷ്ടപ്പെടുകയാണ്. എന്നാൽ വാഴക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം പോലും കിട്ടാത്ത രീതിയിൽ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. ഇപ്പോൾ ജലജീവൻ മിഷൻ്റെയും വാട്ടർ അതോറിറ്റിയുടെയും വെള്ളം സംസ്ഥാനത്തുടനീളം വലിയ തോതിൽ വിതരണം നടത്തുന്നുണ്ട്. ഈ വലിയ വൈദ്യുതി പ്രശ്നം കാരണം പമ്പിങ്ങിനെയൊക്കെ വളരെ സാരമായി ബാധിക്കുന്നത് കൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം പൂർണ്ണമായും എത്തിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് വെള്ളം അവർ ലഭ്യമാക്കാം, അത് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് എത്തിക്കണമെന്നാണ് അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ കിട്ടിയിട്ടുള്ള വിവരം. എല്ലാ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലൊക്കെ നേരത്തെ തന്നെ കുടിവെള്ള വിതരണം എത്തിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആഭിമുഖ്യത്തിൽ വെള്ള വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വാഴക്കാട് പഞ്ചായത്തിൽ അത് ഇതുവരെ നടന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ടെൻഡർ കൊടുത്തു എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ രൂക്ഷമായി ഈ ടെൻഡറൊക്കെ പാസ്സായി വരുന്നത് വരെ കാത്തിരിക്കുമ്പോഴേക്കും ഈ ജനങ്ങളാകെ ദുരിതത്തിൻ്റെ പടുകുഴിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വെള്ളം എത്തിക്കാൻ ആവശ്യമായ ടാങ്കറിൽ വെള്ളം വീടുകളിൽ എത്തിക്കാൻ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇവിടെ ഇപ്പം അപ്പുറം ഭാഗത്തെ വെളുമ്പിലാങ്കുഴി, തടത്തിൽ, ആ പ്രദേശങ്ങളിൽ, വെട്ടുകാട് പ്രദേശങ്ങളിലാണ് അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ. പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം ഞങ്ങളിപ്പോൾ അന്വേഷിച്ചപ്പോൾ, ഒരു പഠനം നടത്തിയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം, ജലജീവൻ്റെ കണക്ഷൻ തന്നെ ലഭിക്കാത്ത നിരവധി വീടുകളുണ്ടെന്നാണ്. കണക്ഷൻ തന്നെ ലഭിക്കാത്ത നിരവധി വീടുകളുണ്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ ജലജീവൻ്റെ കണക്ഷൻ എല്ലാ വീടുകളിലും എത്തിക്കാൻ ആവശ്യമായ നടപടികളും തുടർന്ന് ത്വരിതവേഗതയിൽ നടത്തുകയും ഇപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇതിൻ്റെ മറ്റ് സാങ്കേതിക ഒന്നും അന്വേഷിച്ച് നടക്കാതെ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ ആ ഒരു ഇടപെടലുണ്ടാവണം. വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു വണ്ടി ഏർപ്പാടാക്കിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എവിടെ എത്തില്ല. വളരെ വേഗത്തിൽ അതിനാവശ്യമായ സത്വരമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ വേണ്ടി എത്തിയതായിരുന്നു. പ്രസിഡന്റ് സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇവിടെ ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്.